ഹലോ ചെങ്ങളെ, മസ്യൂണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പൊലിപ്പം മഴ. മഴ എന്ന് പറഞ്ഞാൽ യമണ്ടം മഴ. ഞങ്ങളിവിടെ എത്തുമ്പോൾ 5-5:45 മണി. നല്ല പൊടിക്കാറ്റ് എന്ന് പറഞ്ഞാൽ വമ്പം പൊടിക്കാറ്റ് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കാരണം വെച്ചാൽ പേടിയൊരു കാറ്റ്, അമ്മൊരു ശക്തിയുള്ള കാറ്റായിരുന്നു. ഇത്രയും ഡേഞ്ചർ ലെവലിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നല്ല മഴ, 1 മണിക്കൂറായിട്ട് കാറ്റും മഴ. എന്താ മഴ, പൊലിഞ്ഞ മഴ, ഒന്നും പറയാം. ആകെ ഇങ്ങോട്ട് പറയാം. നമ്മൾ ചെയ്യാത്ത പോകാൻ എളുപ്പം കൊടുക്കുകയാണ്. ഞാനുണ്ട്, നമ്മളെ സുഹൃത്തുമുണ്ട്. നമ്മളതിനടുത്ത ലൊക്കേഷൻ ഇപ്പോൾ എങ്ങോട്ടോ ലൊക്കേഷൻ നമുക്ക് വരാനില്ല. അങ്ങനെ കണ്ണ് കാണുന്നുണ്ടോ ഇല്ല, കൺഫ്യൂഷനായിട്ട് വണ്ടി വിട്ടാണ്. ഞാനൊരു കൂടുതൽ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്ത് കാണുന്നുണ്ടാവും കാറ്റ് കൊണ്ടുപോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാണുന്നുണ്ടോ? നമുക്കൊന്നും കാണില്ല, നിങ്ങൾക്കെല്ലാം കാണുന്നുണ്ടോ? കണ്ടോ? എന്ത് മഴയാണെങ്കിലും എന്ത് കാറ്റാണെങ്കിലും എന്ത് പൊടിക്കാറ്റാണെങ്കിലും ഇവിടുത്തെ വണ്ടിക്കാർ 150 പോവുള്ളൂ. ഇവിടെയുള്ളവർ 140 പോവുള്ളൂ. മാഷാ അല്ലാഹ്, അതിഭയങ്കര ചൂടുള്ള സ്ഥലം. ഞങ്ങൾ വരുമ്പോൾ നല്ല പൊടിക്കാറ്റും അതോടൊപ്പം ചൂടുകൂടായിരുന്നു. പക്ഷേ ഇപ്പോൾ പൊടിക്കാറ്റ് പോയി, അതിനുശേഷം ചാറ്റൽ മഴ വന്നു, പിന്നെ അങ്ങോട്ട് മഴ. നമ്മൾ നാട്ടിലെ പോലെ തന്നെ വമ്പം മഴ. ഇത് എപ്പോൾ ചോരുന്നുള്ളൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇപ്പോൾ 2-3 കടകളൊന്നും ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, കട കിട്ടൂല. أقول لك أنت أجنب سيارة من أي مكان فاضي مشكلة. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കോളി നിൽക്കുന്നത് എവിടെയെങ്കിലും വണ്ടി സൈഡാക്കണം. അല്ലായപ്പോൾ ഇന്ന് ഓടിയിട്ട് കാര്യം, വെറുതെ ഓടിയിട്ട് കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ മിന്ന യമീൻ ഷിൽ യമീൻ ഗദ്ദാം ഷൂയ ഫി ഖത്ത് യമീൻ ഷിൽ യമീൻ. നല്ല ഇടി മിന്നലോട് കൂടിയിട്ടുള്ള മഴ കേട്ടോ. ഇടിയാളും മിന്നലും ഒക്കെയാണ്. പമ്പം, ഒന്നും പറയണ്ട. അടിപൊളി. ഇപ്പോൾ ശരിക്കും ഒരു നാട്ടിലെ അറ്റ്മോസ്ഫിയറായി. അടിപൊളിയായിട്ട് നല്ല ഇടിമിന്നലുണ്ട്, മഴയുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം സലാലയിൽ നിന്ന് 300 കിലോമീറ്റർ ദൂരെ മസ്യൂണ എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് യമനുക്ക് കഷ്ടി ഒരു 60 കിലോമീറ്റർ 70 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ പോയ യമൻ്റെ ബോർഡറാണ്. യമീൻ 6-7 കിലോമീറ്റർ പോയ യമൻ്റെ ബോർഡറാണ് വരിക. അന്നപ്പോൾ നമ്മളിങ്ങനെ വണ്ടി സൈഡാക്കണം. ഇപ്പോഴത്തെ 2 കടകളുണ്ട്, അവിടെ പോയി സൈഡാക്കാം. മഴ ചോർന്നവർക്ക് സാധനം കൊടുക്കാമല്ലോ. ഇൻഷാ അല്ലാഹ് ഇപ്പം നോക്കട്ടെ. ഇരുട്ടുമായി, കടയും കാണില്ല, കരണ്ടും പോയി തോന്നുന്നു. ഇവിടെ വേറെ പ്രത്യേകത ഉണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഷോർട്ടാവും. അത് ഒരുവിധം കറണ്ടൊക്കെ പോയിട്ടുണ്ട്. ആ വീടുകളൊക്കെ ഇരുണ്ട്. അവിടെയൊക്കെ ആ പ്രദേശമൊക്കെ ഇരുടായി. അതൊക്കെ നല്ല വെളിച്ചുള്ള പ്രദേശമാണ്. അവിടെയൊക്കെ വീടുകളാണ്, ഒക്കെ അവിടുത്തെ വീടുകളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്നുണ്ട്. എവിടേക്ക് മുന്നിലേക്കാണ്. അവിടെ പോയിട്ട് നിർത്തിയില്ല, തൽക്കാലം നിർത്തിയിട്ടെ. മഴ പിന്നെ മഴ പെയ്താൽ ഒരു സാധനം ഒരു സംഗതി നടക്കില്ല. ഏതായാലും മഴ അടിപൊളി മഴയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇങ്ങനെ കിട്ടാൻ ഇങ്ങനെ നിർത്തിയിടാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ മഴ മാഷാ അല്ലാഹ് അടിപൊളി. മഴ ഒന്നും പറയാല്ല, മഴയുണ്ട്, ഇടിമിന്നലുണ്ട് കേട്ടോ. കൂടെ നല്ല ഇടിമിന്നലും മഴയാണ്. അപ്പോൾ ചെങ്കളെ നാട്ടിൽ നിങ്ങളെല്ലാവരും മഴ ആഘോഷിക്കുന്നുണ്ടാവും. നമ്മളെ വിദേശികളും കുറേ മഴ ആഘോഷിക്കുന്നവരുണ്ടാവും. ഏതായാലും ഞാനിപ്പോൾ ഈ മഴ നല്ലോണം ആസ്വദിച്ചു. സലാലയിൽ നമുക്ക് മഴ കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മളെ മഴയത്ത് പുറത്തായിരുന്നു വെച്ചിട്ടും. പിന്നെ ഈ മഴ ഇപ്പോൾ ഞാനെന്തായാലും നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലൊക്കേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ തൽക്കാലം അവിടെ വണ്ടി നിർത്തിയിടും. മഴ ചോർന്നിട്ട് അവർക്ക് എന്താ വേണ്ടത് നോക്കി കൊടുക്കാം. ഓക്കെ ചെങ്കളെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, തൽക്കാലത്തേക്ക് ഞാൻ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പോൾ നമ്മളെ പൈലറ്റ് നിർത്തി. മഴ ഒമ്പം മഴയാണ്. എപ്പോൾ പെയ്ത മഴ അങ്ങ് പോകുന്നില്ല. ഇതിനിടയ്ക്ക് ചെറിയൊരു ചോർച്ച ഉണ്ടായി, ഒരു അരമണിക്കൂർ. ഇപ്പം നല്ല ഇടി മിന്നുന്നുണ്ട്. എസ് ആർ ഇടിമിന്നൽ മഴ. ഞാനാകെ നനഞ്ഞ്, ആകല്ലേൽ കുറച്ച് ഭാഗികമായിട്ട് നനഞ്ഞു. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ നനഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് നമ്മളെ സാധനം നാശമായി മഴയത്ത്. നല്ല മഴയാണ്. നമ്മൾ കാണുന്നുണ്ടാവും. ഏതാ വെളിച്ചം, പ്രകാശങ്ങൾ, സൂര്യപ്രകാശം, ഇടിയോടുകൂടി വെട്ടത്തോടു കൂടിയുള്ള മഴ. ഇവിടെല്ലാം കറണ്ട് പോയി. ഭാഗികമായിട്ട് കറണ്ടുള്ളൂ. തൊട്ട് പിറകിൽ 2 കടയിൽ കറണ്ട് പോയി. അതാ